ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന LGS മാരത്തോൺ ഡേ 2024 100 ഡേയ്സ് ചലഞ്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ LGSന്റെ ഓൺലൈൻ ക്ലാസിന്റെ പേര്. സുഹൃത്തുക്കൾ എല്ലാവരും ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തോളണേ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത സുഹൃത്തുക്കളെ ഒന്ന് ജോയിൻ ചെയ്യുക. ഇവിടെ പറയാത്ത കുറച്ച് വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും സുസ്വാഗതം നമ്മുടെ ഏറ്റവും പുതിയ LGS മാരത്തോൺ 2024ലേക്ക്. ഇനി നമുക്ക് നോക്കാനുള്ളത് 2024 LGSന്റെ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ എന്ത് ചെയ്യണം, നമ്മുടെ LGS പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ മുമ്പിൽ ഏകദേശം 100 ദിവസമുണ്ട്. ഈ 100 ദിവസം കൊണ്ട് സുഖമായിട്ട് നമുക്ക് 2024 LGS ക്ലിയർ കട്ട് ചെയ്യാൻ പറ്റും. എല്ലാ ആഴ്ചയും സൺഡേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു 25 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ്, അത് നമ്മൾ തിങ്കൾ മുതൽ ശനി വരെ പഠിച്ചിട്ടുള്ള മുഴുവൻ പോയിന്റ്സും ചേർത്തുകൊണ്ട് ഒരു മോക്ക് ടെസ്റ്റ് കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവരും LGS റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അപ്പൊ നമുക്ക് സമയം കളയണ്ട. ഇന്ന് എന്താണ് പഠിക്കാനുള്ളത്? രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട വർഷം 1991. രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട വർഷം 1991. തിരുവനന്തപുരം വിമാനത്താവളം അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ച വർഷം 1991. തിരുവനന്തപുരം വിമാനത്താവളം അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ച വർഷം 1991. നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വർഷം 1991. നരസിംഹറാവു ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വർഷം 1991. കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച വർഷം 1991. കൺഫ്യൂഷൻ ആവല്ലേ. കേരളം എന്ന് പറയുന്ന സംസ്ഥാനം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച വർഷം ചോദിച്ചാൽ അത് 1991. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അന്തരിച്ച വർഷം 1991. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അന്തരിച്ച വർഷം 1991. കേരളത്തിൽ ആദ്യമായി +2 വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച വർഷം 1991. കേരളത്തിൽ ആദ്യമായിട്ട് +2 വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച വർഷം ചോദിച്ചാൽ അത് 1991. ആദ്യ വനിതാ ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടന്ന വർഷം 1991. ആദ്യ വനിതാ ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടന്ന വർഷം 1991. ഒന്നുകൂടി പറയുവാണ് സുഹൃത്തുക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു വർഷമാണ് 1991. രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട അല്ലെങ്കിൽ രാജീവ് ഗാന്ധി അസാസിനേഷൻ നടന്ന വർഷം ചോദിച്ചാൽ അത് 1991. തിരുവനന്തപുരം വിമാനത്താവളം അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ച വർഷം 1991. നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വർഷം 1991. കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച വർഷം 1991. ഡൗട്ട് ഉണ്ടാവരുത്, കേരളം എന്ന് പറയുന്ന സംസ്ഥാനം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച വർഷം ചോദിച്ചാൽ അത് 1991. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അന്തരിച്ച വർഷം 1991. കേരളത്തിൽ ആദ്യമായി +2 വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച വർഷം 1991. ആദ്യ വനിതാ ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടന്ന വർഷം 1991 പഠിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.